10 മൈനസ് 4. എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ അനുസരിച്ച് നമ്മൾ വരച്ചു. ഇനി ഈ ലൈൻ ആയി ഇന്നത്തെ വീഡിയോ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. CBSE 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് ലീനിയർ ഇക്വേഷൻസ് 2 വേരിയബിൾസ്. ആ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തുടർന്ന് വീഡിയോ കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ദ ഫോളോയിങ് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻസ് ഗ്രാഫിക്കലി. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10 students of class 10 took part in a mathematics quiz. If the number of girls is 4 more than the number of boys, find the number of boys and girls who took part in the quiz. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു എക്സ് എന്നും നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു വൈ എന്നും വിചാരിക്കും. ഇത് നമുക്ക് ഇവിടെ നിന്നും ലീനിയർ ഇക്വേഷൻ ഉണ്ടാക്കും. ഇവിടെ തന്നിരിക്കുന്നത് 10 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ്, അപ്പോൾ 10 കുട്ടികളാണ് ആകെയുള്ളത്. ടുക്ക് പാർട്ട് ഇൻ മാത്തമാറ്റിക്സ് ക്വിസ്. അപ്പോൾ ആകെ 10 കുട്ടികളാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ അതിൽ നിന്ന് എഴുതാം. എക്സും വൈയും കൂടെ കൂട്ടിയാൽ എത്രയാണ് എക്സ് എത്രയാണ് വൈ നമുക്കറിയില്ല. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഇത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കാം. ഗേൾസിൻ്റെ എണ്ണം കൂടുതലും ബോയ്സിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ എക്സ് മൈനസ്, അത് തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ 2 ഇക്വേഷനും ഉണ്ടാക്കി. ഈ 2 ഇക്വേഷനിലും എക്സിനോ വൈക്കോ നമ്മൾ ഓരോ വാല്യൂ കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിനാണ് വാല്യൂ കൊടുത്തതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇനി വൈക്കാണ് കൊടുത്തതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ 2 ഇക്വേഷനിലും ഓരോന്ന് വെച്ചിട്ട് ഓരോ ഇക്വേഷനും നമ്മൾ ഓരോ എക്സിനും വൈക്കും വാല്യൂ കൊടുത്ത് ഓരോ കോളം വരച്ച് വെക്കുന്നു. ഇനി ആ വാല്യൂ അനുസരിച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. അവിടെ കിട്ടുന്ന ഗ്രാഫിൽ നമുക്ക് 2 സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടും, കാരണം ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ കിട്ടുന്ന ആ ഗ്രാഫിലെ ലൈൻസ് ഓരോ ഇക്വേഷൻ്റെ ലൈൻസ്, അപ്പോൾ 2 ലൈൻസ് നമുക്ക് കിട്ടും. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അതായിരിക്കും എക്സിനും വൈക്കും കോമൺ ആയിട്ടുള്ള പോയിന്റ് വരിക. അപ്പോൾ 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് അതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. അതിനു മുമ്പ് എക്സിൻ്റെയും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് എക്സ് വൈ ആവശ്യമാണ്. അപ്പോൾ എക്സിൻ്റെ വൈക്കും കിട്ടുന്ന വാല്യൂസ് ആദ്യം കണ്ടുപിടിച്ച് ഒരു ടേബിളാക്കി വെക്കുക. അതിനുശേഷം ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ അത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 ആണ്. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 10 മൈനസ് വൈ എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വൈക്കൊരു വാല്യൂ കൊടുത്താൽ വാല്യൂ നമ്മൾ ഇഷ്ടമുള്ള വാല്യൂ എടുക്കുന്നു. ആ വാല്യൂ എടുത്താൽ 10ൽ നിന്നും ആ വാല്യൂ കൊടുത്താൽ നമുക്ക് കുറച്ചാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ നമുക്കൊരു ടേബിൾ ഉണ്ടാക്കി നോക്കാം. നമ്മളിപ്പോൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 10 മൈനസ് വൈ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈക്ക് ഒരു വാല്യൂ കൊടുത്ത് നോക്കാം. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 5 എന്നാണ് കൊടുത്തതെങ്കിൽ, അപ്പോൾ എക്സ് ഈക്വൽ ടു 10 മൈനസ് വൈ, അതായത് 10 മൈനസ് 5 ഈക്വൽ ടു എക്സ് ഈക്വൽ ടു നമുക്ക് 5 എന്ന് തന്നെ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ടേബിളിൽ ആ വാല്യൂ എഴുതി വെക്കാം. എക്സിൻ്റെ വാല്യൂ 5 ആണ്, വൈയുടെ വാല്യൂ 5 ആണ്. അങ്ങനെയുള്ള 2 പോയിന്റ് കിട്ടി. ഇനി നമുക്ക് വൈ ഈസ് ഈക്വൽ ടു വൈക്കാനിപ്പോൾ ഇവിടെ 6 എന്ന വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 6, എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ ടേബിളിൽ നമുക്ക് ആ വാല്യൂ എഴുതാം. എക്സിൻ്റെ വാല്യൂ 4 ആണ്, എക്സിൻ്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ 6, അപ്പോൾ 4 6 എന്നൊരു പോയിന്റ് കിട്ടി. ഇനി വൈ ഈസ് ഈക്വൽ ടു 4 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 10 മൈനസ് 4 ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ ടേബിളിൽ എഴുതുന്നു എക്സ് ഈക്വൽ ടു 6 ആണ്, വൈ ഈസ് ഈക്വൽ ടു 4 ആണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ, അവിടെ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു 4 പ്ലസ് വൈ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഇവിടെ y ഈസ് ഈക്വൽ ടു 1 എന്ന് വിചാരിച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 1 ഈക്വൽ ടു 5 എന്ന് കിട്ടുന്നു. നമുക്ക് വാല്യൂ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 5 ആണ്, y ഈസ് ഈക്വൽ ടു 1. അടുത്തൊരു പോയിന്റ് y ഈസ് ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു
4 + 0 = 4 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ വാല്യൂ x = 4 ആണ്, y = 0. ഇനിയുടെ y = -1 കൊടുക്കുന്നു. അപ്പോൾ x = 4 + -1 = നമുക്ക് 3 എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സിന് 3 കൊടുക്കുന്നു, വൈക്ക് -1 കിട്ടുന്നു. അപ്പോൾ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തി അവിടെ കോളം വരച്ച് എക്സും വൈക്കും കോർഡിനേറ്റ്സ് കോളം വരച്ച് വെച്ചിട്ടുണ്ട്, ഗ്രാഫ് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഓരോന്നും ഗ്രാഫിൽ അടയാളപ്പെടുത്തി പോയിന്റ്സ് മാർക്ക് ചെയ്ത് നമുക്ക് ലൈൻ വരച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ x = 10 - y അല്ലെങ്കിൽ x + y = 10 എന്ന ഇക്വേഷൻ്റെ ഇതിലെ ആ കോളത്തിൻ്റെ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ പോയിന്റ് ആദ്യം 5, 5 ആണ്. അപ്പോൾ x ആക്സിൽ 5, y ആക്സിൽ 5 പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. x ആക്സിൽ 5, അതുപോലെ y ആക്സിലും 5. ഇപ്പോൾ ഇവിടെ നമുക്ക് 5, 5 എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി അടുത്തത് 4, 6 ആണ് അടുത്ത പോയിന്റ്. അപ്പോൾ x ആക്സിൽ 4, y ആക്സിൽ 6, 6ൽ നിന്ന് നെറ്റ് വരയ്ക്കും. ഇനി 6, 4 അപ്പോൾ x ആക്സിൽ 6, y ആക്സിൽ 4. അപ്പോൾ നമുക്ക് 3 പോയിന്റ്സ് കിട്ടി. അതായത് 5, 5 എന്നുള്ള പോയിന്റ് ഇവിടെ, 4, 6 എന്ന പോയിന്റ് ഇവിടെ കിട്ടി, അതുപോലെ 5 + 6, 4 എന്നുള്ള പോയിന്റ് ഇവിടെ കിട്ടി. ഇനി നമുക്കത് വെച്ചിട്ട് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഈ 3 പോയിന്റ് ചേർത്തിട്ട് ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫ് നമ്മൾ നീട്ടി വരയ്ക്കുന്നു. അപ്പോൾ ഒരു ഇക്വേഷൻ്റെ ഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഗ്രാഫ് കൊണ്ട് വരച്ച് അതെവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ ഗ്രാഫിൽ x = 5ഉം y = 1ഉം ആണ്. നമുക്ക് 5, 1 എന്നുള്ള പോയിന്റ് വേണം. എക്സിൽ 5ന് ഇവിടെ ഒരു വര കിടപ്പുണ്ട്, അപ്പം അത് വരയ്ക്കണ്ട. ഇനി വേണ്ടത് വൈക്ക് 1, വൈയുടെ 1 എടുത്തിട്ട് അവിടെ നിന്നും വരച്ച് നോക്കാം. ഇത് ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ച് നോക്കേണ്ട കാര്യമില്ല, പോയിന്റ്സ് കറക്റ്റ് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 5, 1 എന്നുള്ള പോയിന്റ് കിട്ടി. അടുത്ത പോയിന്റ് 4, 0. അപ്പോൾ x ആക്സിൽ 4ഉം y ആക്സിൽ 0യും. x ആക്സിൽ 4 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, y ആക്സിൽ 0. ഈ പോയിന്റ് ആക്സിസ് തന്നെയാണ്, അതുകൊണ്ട് അവിടെ ഈ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ഇനി അടുത്ത പോയിന്റ് 3, -1. എക്സിൽ 3, വൈയിൽ -1. നമുക്ക് താഴേക്ക് വരച്ച് നോക്കാം. വൈയിൽ -1. അപ്പോൾ അവിടെ നമുക്ക് പോയിന്റ് കിട്ടി. അപ്പോൾ ഇനി ഈ പോയിന്റുകളെ കൂട്ടിച്ചേർത്ത് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫിൽ 2 സ്ട്രെയിറ്റ് ലൈൻസും വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻ അനുസരിച്ച് 2 സ്ട്രെയിറ്റ് ലൈനും വരച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സ്ട്രെയിറ്റ് ലൈൻസ് എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലൈനിലെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ അനുസരിച്ച് വരച്ചു. രണ്ടാമത്തെ ലൈനും എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ അനുസരിച്ച് നമ്മൾ വരച്ചു. ഇനി ഈ ലൈൻ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നോ അവിടെ ആയിരിക്കും എക്സിനും വൈക്കും ഈ 2 ലൈനും കോമൺ ആയിട്ട് കിട്ടുന്ന പോയിന്റ്. അതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ പടത്തിൽ നോക്കുക, നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇവിടെ ഇതാണ് നമ്മുടെ പോയിന്റ്. ആ പോയിന്റിൽ താഴേക്ക് നോക്കുക, ഇവിടെ എക്സിൻ്റെ വാല്യൂ, എക്സ് ആക്സിൻ്റെ വാല്യൂ 7 ആണ്, വൈ ആക്സിൽ കിട്ടുന്ന വൈയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ 7, 3 ആയിരിക്കും. ഇവിടെ നമുക്ക് x = 7 എന്നും y = 3 എന്നും കിട്ടി. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി. Therefore, the number of girls and number of boys in the class are 7 and 3 respectively.